ഏത് കേസ് ഞാനങ്ങനെ ബുക്ക് വായിക്കുന്ന ടീമൊന്നുമല്ല. എങ്കിൽ പോലും ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ അതിലൊരു കാര്യം എൻ്റെ മനസ്സിനെ വല്ലാണ്ടങ്ങ് പിടിച്ചു കുലുക്കി. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫി മിസ്റ്റിക് ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകൾ. പുള്ളി എന്താ പറഞ്ഞതെന്നല്ലേ, അതായത് ഇത്ര മാത്രമേ ഉള്ളൂ: യു ഹാവ് ടു കീപ് ബ്രേക്കിംഗ് യുവർ ഹാർട്ട് ആൻഡിൽ ഇറ്റ് ഗെറ്റ് ഓപ്പൺസ്. നിങ്ങളുടെ ഹൃദയം തുറക്കുന്നിടം വരെ അതിനെ തകർക്കുവാൻ ശ്രമിക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. മനസ്സിലെല്ലാ കാര്യവും പിടിച്ച് ഒതുക്കി വെക്കും. അവസാനം അവരുടെ മനസ്സിന് തന്നെ വല്ലാണ്ടാകും. അതേപോലെ തന്നെയാണ് സ്നേഹം. സ്നേഹത്തിന് ഒരൊറ്റ കുഴപ്പമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ വാരിക്കൊരു സ്നേഹം കൊടുക്കുന്നവരാണ്. പക്ഷെ അത് കണ്ടു നിൽക്കുന്നവരോ നമ്മൾ അധികാരം കാണിക്കുന്നവരാണെന്ന് വിചാരിക്കും. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും എൻ്റെ ശരീരം തന്നെ ദഹിപ്പിക്കാൻ നൽകിയാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സോ ഗൈസ്, എന്താ പറയുക, നമ്മൾ കൂടുതൽ ആൾക്കാരോടും സ്നേഹം കാണിക്കുക. കീപ് ഡിസ്റ്റൻസ്. അതായിരിക്കും നമുക്കെല്ലാവർക്കും നല്ലത്. പിന്നെ ഒരാൾ നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുക. കീപ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ പോയിക്കോ, അത് 2-3 തവണ പൊക്കോ, അതാരാണെങ്കിലും. പിന്നെ അതിന് ശേഷം നമ്മളൊരു ലിമിറ്റേഷൻസ് ഇടാം. സോ എന്താ പറയുക, നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് കളയാതിരിക്കുക. നിങ്ങൾക്ക് ഈ വാല്യൂ മനസ്സിലാവുന്നത് അറ്റ് ലാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ദൃശ്യത്തിലെ ജോർജ് കുട്ടി ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ കുറവുകളൊക്കെ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടില്ലേ. സോ ആ ഒരു വാക്കുകളും എന്താ പറയുക, നല്ലൊരു ഒരു പ്രചോദനം തരുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. സോ എല്ലാ കാര്യത്തിനും പിടിച്ച് യെസ് ഓക്കെ എന്ന് പറയരുത്. ഒരൊറ്റ കാര്യത്തിന് മാത്രം ഒഴിച്ച് എന്താ പറയുക, നമുക്ക് ചായ പിടിക്കാൻ പോകാം, യെസ്, ഇതിന് മാത്രം അല്ലാണ്ട് വേറൊരു കാര്യത്തിനും യെസ് പറയാതിരിക്കാൻ ശ്രമിക്കുക. കീപ് ഗോയിങ്. ബൈ ബൈ.